ബീറ്റ്റൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇതേ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തോരൻ വയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബീറ്റ്റൂട്ടും ബീറ്റ് ലീഫും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എല്ലാം മൂത്ത ഇലയും നോക്കി പറിച്ചെടുത്തു. നമ്മളതിങ്ങനെ ഇടയ്ക്ക് തോരൻ വയ്ക്കും കേട്ടോ. നമ്മുടെ കണ്ടതിന് ശരിക്കും ചീരത്തോരൻ പോലെ തന്നെ ഇരിക്കും. ഞങ്ങൾക്ക് ഈ തോരൻ്റെ ടേസ്റ്റും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ബീറ്റ്റൂട്ട് അത്ര ഇഷ്ടമല്ല. അപ്പോൾ മിക്കവാറും നമ്മൾ ബീറ്റ്റൂട്ട് വയ്ക്കണത് ഇതുപോലെ ഇല എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അത്യാവശ്യം നല്ല ഇല കിട്ടി കേട്ടോ നമുക്ക്. നമ്മൾ പിന്നെ ഉള്ള സ്ഥലത്ത് കുറേ വയ്ക്കണമായിരുന്നൊക്കെ അതിന് തിങ്ങിയാട്ടോ ഉണ്ടാവുന്നത്. ഈ ഒച്ചയും കോഴിയൊന്നും കയറാണ്ടൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് കുറച്ച് സ്ഥലങ്ങളല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ നോൺ വെജ് ഇല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഇരിപ്പുണ്ടായില്ല. അപ്പോൾ ടിൻ ടൂൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ട പൊട്ടിച്ച് അതിനകത്തുണ്ടായ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഇച്ചിരി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് ചിക്കി എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ഇലേനെയും ഉള്ളിയും മുളകും ഇട്ട്, അത് കുഞ്ഞുള്ളി ഇട്ടാട്ടോ ചെയ്യാറ് എപ്പോഴും. ഉള്ളിയും മുളകും ഇട്ടിട്ട് ചതച്ചെടുത്ത് ഒന്ന് അലത്തിയെടുത്തു. പയറുപ്പേരി വെച്ച ടൂണ പൊടിച്ചതോ ഇടിച്ചതോ അങ്ങനെ പറയാം, ടൂണ തോരനോ. ഇന്നലെ വെച്ച മാങ്ങാക്കറി കേട്ടോ. അപ്പോൾ അതാണ് നന്നായിട്ട് പുളിയൊക്കെ